എവ്രിവൺ, വെൽക്കം ടു കുഞ്ചൂസ് വേൾഡ്. പിന്നതാ എൻ്റെ ഒരു ലോണ്ടറി റൂമിന്റെ ടൂറുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അതിനൊരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്. അതെന്താണെന്ന് പോകുന്ന പോക്കിൽ പറയാം. സോ വെൽക്കം ടു അവർ ലോണ്ടറി റൂം. ലോണ്ടറി റൂം തുറന്ന് വരുമ്പോൾ തന്നെ കാണാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ലോണ്ടറി റൂം എന്നുള്ളൊരു ബോർഡ്. പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ മഴവില്ലെന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതാണത്. അന്ന് ഞാൻ തീരുമാനിച്ചാണ് ഞാൻ എന്തെങ്കിലും കല്യാണം കഴിച്ചൊരു വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ റൂമിനും അതിൻ്റേതായ പേരൊക്കെ എഴുതിയ ബോർഡ് സെറ്റ് ചെയ്യും എന്നുള്ളത് അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വിചാരിച്ച് വെച്ചിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ എനിക്ക് ഈ വീട്ടിൽ ലോണ്ടറി റൂമും കിച്ചണും മാത്രമാണ് കേട്ടോ അങ്ങനെ ഒരു ബോർഡ് കിട്ടിയത്. അത് കിട്ടിയപ്പോൾ തന്നെ നമ്മൾ സെറ്റ് ചെയ്തു, അത് വേറെ കാര്യം. പിന്നെ ഈ ഒരു ലോണ്ടറി റൂമിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഇങ്ങനെ ഒരു സിങ്കാണ് കേട്ടോ. നമ്മൾ പെണ്ണുങ്ങൾക്ക് എപ്പോഴും തുണി കഴുകുക അല്ലെങ്കിൽ കിച്ചണിൽ കുക്കിംഗ് ആ ഒരു ഭാഗമൊക്കെയാണല്ലോ പെണ്ണുങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതേപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിങ്കാണിത്. ഞാൻ ഒരുപാട് വീടുകളിൽ കണ്ടതിൽ എല്ലാ വീട്ടിലും തന്നെ ചെറിയൊരു സിങ്ക് അല്ലെങ്കിൽ ഡെപ്ത് ഇല്ലാത്ത അങ്ങനെയൊക്കെ, അപ്പോൾ നമുക്ക് തീരുമാനമൊന്നും അത്ര അങ്ങ് കണ്ട സ്ഥലമില്ല, സ്പ്ലാഷ് ആവും. പക്ഷേ ഇതിന് നല്ല ഡെപ്ത് ഉണ്ട്, നല്ല വീതി ഉള്ളതുകൊണ്ട് ആ ഒരു കംപ്ലയിൻറ്റ് എനിക്കില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്പേസാണിത്. പിന്നെ ഈ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ റോയിച്ചിൻ്റെ വകയാണ് കേട്ടോ. തുണി തിരുമ്പുമ്പോഴും എൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി റോയിച്ചിന് എനിക്ക് മേടിച്ച് വെച്ച ഒരു മിററാണത്. പിന്നെ ഈ അലങ്കാര വസ്തുക്കളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു പാരറ്റാണ് കേട്ടോ. നമ്മൾ ഈ വീട് മേടിക്കുമ്പോൾ 3 ആൾക്കാരായിരുന്നു നമ്മളിവിടെ. കുഞ്ഞിപ്പെണ്ണ് പിന്നെയാണല്ലോ വന്നത്, അപ്പോൾ പിന്നെ പാരറ്റിനെ വെക്കാനൊരു സ്ഥലം നമുക്ക് കിട്ടിയില്ല. പിന്നെ വാഷർ ഡ്രയർ, ഓഫ് കോഴ്സ് ലോണ്ടറി റൂമിൽ വാഷറും ഡ്രയറും വേണമല്ലോ. അതിൽ നമ്മൾ മേടിച്ചത് സാംസങ്ങിൻ്റെ ബെസ്റ്റ് ബൈയിൽ നിന്നാണ്. ഇത് മേടിക്കാനുള്ള കാരണം ഇങ്ങനെ ഒരു മിനി വാഷർ ഇതിൻ്റെ മുകളിലുള്ളത് കൊണ്ടാണ് കേട്ടോ. ഈ ഒരു മിനി വാഷർ ഭയങ്കര യൂസ്ഫുള്ളാണ് എന്നെപ്പോലെയുള്ള ആൾക്ക്. കാരണം ഡേർട്ടി ക്ലോത്ത്സ് അല്ലെങ്കിൽ കിച്ചൺ ടവൽസ്, അത് ഡേർട്ടി ആണെന്ന് പറയാൻ പറ്റില്ല, കിച്ചൺ ടവൽസ് ഞാൻ ഇതിനകത്താണ് യൂസ് ചെയ്യുന്നത്. ഒരു 10-15 കിച്ചൺ ടവൽസ് വരുമ്പോഴത്തേക്കും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വാഷ് ചെയ്യാൻ പറ്റും. നമ്മുടെ നല്ല ക്ലോത്ത്സിൻ്റെ കൂടെ ഇട്ട് വാഷ് ചെയ്യണ്ടല്ലോ അങ്ങനെ. പിന്നെ അതേപോലെ വൈറ്റ്സ് മാത്രം ഉള്ളപ്പം വൈറ്റ്സ് മാത്രമായിട്ട് നമുക്ക് ഇതിനകത്ത് വാഷ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരുപാട് ഉപയോഗമായിട്ട് എനിക്ക് തോന്നി. ഇതുപോലെ തന്നെ ഡ്രയറിനും ഉണ്ട് അങ്ങനെ ഒരു മിനി ഡ്രയർ. അപ്പോൾ ഇതിനകത്തും 2 തട്ടിലായിട്ട് നമുക്ക് തുണികൾ വിരിച്ചിട്ടിട്ട് ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എനിക്കിതും നല്ലൊരു യൂസ്ഫുള്ളായിട്ട് തോന്നിയൊരു കാര്യമാണ് കേട്ടോ ഈ മിനി ഡ്രയർ. പിന്നെ പുതുതായിട്ടൊക്കെ ആരെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓപ്ഷൻസ് നോക്കി മേടിച്ചാൽ നല്ലതായിരിക്കും. പിന്നെ ഇതിൻ്റെ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല, പക്ഷേ നല്ല 2 വാഷറും നല്ലൊരു വാഷറും നല്ലൊരു ഡ്രയറും ആണെന്ന് എനിക്കറിയാം. അപ്പം നമ്മളിപ്പോൾ മേടിച്ചിട്ട് 2 വർഷത്തോളം ആയില്ലേ ചെയ്ത്, 2 വർഷത്തോളമായി. പഴയത് നമ്മൾ വീട് മേടിച്ചപ്പോൾ കിട്ടിയത് ഒരുപാട് വർഷങ്ങൾ പഴയതുമായിരുന്നു. ക്വാളിറ്റി നഷ്ടപ്പെട്ട് തുടങ്ങിയിരുന്നു വർഷങ്ങളായതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചേഞ്ച് ചെയ്തത്. പിന്നെ നമുക്കുള്ളത് ഈ ഒരു വാക്യൂം ക്ലീനറാണ്. നമ്മൾ ഈ വീട് മേടിക്കുമ്പോൾ നമുക്ക് സെൻട്രൽ വാക്വം ആയിരുന്നു. അതിനകത്തേക്ക് എൻ്റെ റോങ്കുട്ടൻ്റെ വക ഒരു ടോയ് അവൻ അതിനകത്തേക്ക് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്, വാക്യൂം ക്ലീനർ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് റോഡ് കുഞ്ഞായിരുന്നപ്പോൾ അതിനകത്തേക്ക് ടോയ് ഇട്ടപ്പോൾ അത് ബ്ലോക്കായിപ്പോയി. അപ്പം നമ്മുടെ സെൻട്രൽ വാക്വം വർക്ക് ചെയ്യാതെ വന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ ഡൈസൻ്റെ V11 മേടിച്ചതാണ് കേട്ടോ. പിന്നെ റോയിച്ച് അതിനൊരു സ്റ്റാൻഡും കൂടെ വെച്ചിട്ട് അതെല്ലാം ഇവിടെ ഈ ഒരു മൂലയിൽ സെറ്റ് ചെയ്ത് തന്നുകൊണ്ട് വലിയ ഡേർട്ടി ആവാതെ അല്ലെങ്കിൽ അലുക്കുളുത്തായിട്ട് കിടക്കാതെ ഒതുങ്ങി അങ്ങിരുന്നോളും. പിന്നെ നമ്മൾ മേടിച്ചതാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് ഫ്രീസർ. ലോണ്ടറി റൂമിൽ സാധാരണ നമ്മളങ്ങനെ ഫ്രിഡ്ജും ഫ്രീസറും ഒന്നും വെക്കില്ല, പക്ഷേ ഫ്രീസർ നോർമലി നമ്മൾ ഡൗൺ സ്റ്റേഴ്സിലാണ് വെക്കാറ്. അപ്പോൾ നമ്മൾ വേറെ ഒരു റൂമിലും അങ്ങനെ ഒരു സ്പേസ് ഇല്ലാത്തത് കൊണ്ടും പിന്നെ നമ്മൾ ഈ വീട് മേടിക്കുമ്പോൾ ലോണ്ടറി റൂമിലായിരുന്നു അവരൊരു ഡീപ് ഫ്രീസർ സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഡീപ് ഫ്രീസർ ആയതുകൊണ്ടും അത് വെരി ഓൾഡ് ആയതുകൊണ്ടും ഒത്തിരി പഴയതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് മാറ്റി. പിന്നെ ഡീപ് ഫ്രീസർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അടിയിൽ കിടക്കുന്ന സാധനങ്ങളൊന്നും എന്താണെന്ന് നമ്മൾ ഒരിക്കലും ചെക്ക് ചെയ്യില്ലോ, അങ്ങ് അടിയിൽ പോയി. അപ്പോൾ അതുകൊണ്ട് അത് വേസ്റ്റ് ആണെന്ന് തോന്നിയപ്പോൾ പിന്നെ അതങ്ങ് കളഞ്ഞിട്ട് നമ്മളൊരു സാംസങ്ങിൻ്റെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഫ്രീസർ മേടിച്ചു. അതുകൊണ്ട് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. കാരണം എന്തൊക്കെ എവിടെയൊക്കെ ഇരിക്കണേന്ന് നമുക്ക് അറിയാൻ പറ്റും. നല്ല ഒതുക്കിയെല്ലാം അടുക്കി വെക്കാനും പറ്റും. നല്ലൊരു യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. അതുപോലെ 4 ഡ്രോവർ വരുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ ഒരു ഷെൽഫ് വരുന്നുണ്ട്. എല്ലാം നല്ലതാണ്, നല്ല യൂസ്ഫുള്ളാണ്. ഓർഗനൈസ്ഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഞാനാണ് ഇച്ചിരി ഓർഗനൈസിൻ്റെ ആളാണ്, അതുകൊണ്ട് എനിക്കത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. പിന്നെ ഈ ഒരു റാക്ക്, ഇതിവിടെ ഉണ്ടായിരുന്ന റാക്ക് തന്നെയാണ്. നമ്മൾ മേടിക്കുമ്പോഴേ ഈ ഒരു റാക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് നല്ല ക്ലോത്ത്സ്, ഷർട്ട്, ടീഷർട്ട്സ്, ഷർട്ട്, അതേപോലെ ഡ്രസ്സസൊക്കെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ തൂക്കിയിട്ട് ഉണക്കാനായിട്ട് നല്ലൊരു റാക്കായിട്ട് തോന്നി. നല്ല നീളമൊക്കെ ഉണ്ട്. അങ്ങനെ നല്ലൊരു റാക്കായിട്ട് തോന്നി.
പിന്നെ ഇങ്ങനെയൊരു റാക്ക് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം അടുക്കി മേളിൽ കയറ്റി വെക്കാം. പിന്നെ ഈ വെച്ചിരിക്കുന്ന നമ്മൾ അടുത്ത സമ്മറിൽ നമ്മുടെ ബാക്ക് യാർഡ് ഒരു സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ബാക്ക് യാർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സിലിക്കോണും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതെൻ്റെ റോണുവിൻ്റെ ആരോൻ്റെ സ്വിംസ്യൂട്ട്. ഇവിടെ സ്വിംസ്യൂട്ടല്ല, സോറി, ഇതെന്താ ലൈഫ് ജാക്കറ്റ്. പിന്നെ ദാ ഈ ഒരു റാക്ക്. നമ്മൾ പെണ്ണുങ്ങൾക്ക് എപ്പോഴും തുണി അലക്കിയിട്ട് ഉണങ്ങാനായിട്ടല്ലേ, നാട്ടിലൊക്കെ ആണെങ്കിൽ പുറത്ത് അഴയൊക്കെ വിരിച്ച് എന്തായാലും പറയണ കയറും കണ്ടല്ലേ, അഴയൊക്കെ വിരിച്ച് ചെയ്യാം. പക്ഷേ ഇവിടെ അങ്ങനെ പറ്റില്ലാത്തത് കൊണ്ട് നമുക്കിതാ ഇങ്ങനെ ഒരു സ്റ്റാൻഡൊക്കെയാണ് പറ്റത്തുള്ളൂ. അപ്പോൾ അത് എന്താ പറയുക, ഇങ്ങനെ ഒരെണ്ണം, ഇത് ഇസ്കീന്നല്ലേ വെച്ചാൽ നമ്മൾ മേടിച്ചേ, നല്ലൊരു ഭയങ്കര സ്ട്രോങ് സ്റ്റാൻഡാണ് കേട്ടോ. നോർമലി വാൾമാർട്ടിലെന്നല്ല, ഞാൻ പല കടയിലും കണ്ടിട്ടുണ്ട്, അത്ര സ്ട്രോങ് അല്ല. പക്ഷെ ഇതിപ്പോൾ നമ്മൾ മേടിച്ചിട്ട് 6 വർഷമായി. നമ്മൾ ഈ വീട് മേടിച്ച റാക്കാണ്. അതിക്ക് മുന്നേ മേടിച്ച റാക്കാണ് കേട്ടോ ഇത്. 7 വർഷത്തോളമായി ഈ റാക്ക് മേടിച്ചിട്ട് ഇതുവരെ ഒരു കുഴപ്പമില്ല. ഭയങ്കര നല്ല സ്ട്രോങ് റാക്സാണ്. എനിക്ക് ഭയങ്കര എളുപ്പമാണ്, അതുകൊണ്ട് 3 മേടിച്ചു. ഇത് ഞാൻ നല്ല തുണികൾ കഴുകിയിട്ട് വിരിച്ചിട്ട് ഉണക്കാറ്, ഞാൻ ഒരിക്കലും ഡ്രയറിൽ ഇടാറില്ല. വീട്ടിലെ തുണികൾ ഒക്കെയാണ് ഡ്രയറിലിട്ട് ഉണക്കാറുള്ളൂ, ചുരുങ്ങി പോവണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ വരുന്നത് ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മേടിച്ചു. ഇതാണെങ്കിലും നല്ല റാക്കാണ്. നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്കിത് എല്ലാം ഇതേപോലെ താത്തിടാം. അന്നേരത്തേക്കും നമുക്ക് സ്ഥലം സേവ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഇതാണെങ്കിൽ സ്ഥലം സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ കുട്ടികളുടെ തുണി അലക്കാനിട്ടേക്കാം, അതുകൊണ്ട് നമുക്കിത് ആവശ്യമുണ്ട്. സോ ഞാൻ വിരിച്ചിട്ടതാണ്, നേരേക്ക് വെച്ചതാണ് കേട്ടോ ഇത്. പിന്നെ വരുന്നത് ഇവിടെ ഒരു ക്ലോസറ്റാണ് കേട്ടോ. ഈ ക്ലോസറ്റ് ഇപ്പം അത്യാവശ്യം ഓർഗനൈസ്ഡാണ്, കുഴപ്പമില്ല, കാണിക്കാം ബാ. ഈ ഇരിക്കുന്നതൊക്കെ നമ്മുടെ ബാക്ക് യാർഡിലെ സോഫ സെറ്റുകളാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ സമ്മറിലേക്ക് വരുമ്പോൾ ഇതൊക്കെ തിരിച്ച് അവിടെ തന്നെ കൊണ്ടിടും. ഇപ്പം തണുപ്പല്ലേ, വിൻ്ററല്ലേ, മഞ്ഞൊക്കെ പെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെയാണ് സെൻട്രൽ വാക്യൂമിൻ്റെ സാധനങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഇതിന് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ വെച്ചു. പിന്നെ കുറേ അലുക്കുലുത്ത് സാധനങ്ങളൊക്കെ. പിന്നെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ക്ലീനായിട്ട് അങ്ങ് ഇരുന്നോളും. പിന്നെ ഇവിടെ ഒരു ചെറിയ സ്പേസ് വന്നപ്പോൾ നമ്മൾ ഒത്തിരി ആലോചിച്ച് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിങ്ങനെ ഓപ്പൺ സ്പേസ് ആയിട്ട് കിടക്കുവാണല്ലോ എന്ന് അങ്ങനെ ആലോചിച്ച് കിട്ടിയ ഒരു മറുപടിയാണ് കേട്ടോ ഈ ഒരു ഷെൽഫ്. ഇത് നമ്മൾ ഐക്യയിൽ നിന്നാണ് മേടിച്ചത്. പണ്ടത്തെ ഒരു വീഡിയോയിൽ ഐക്യയിൽ പോയിട്ട് കുറേ സാധനങ്ങൾ മേടിച്ചൊരു വീഡിയോ ഉണ്ട്, അതിൻ്റെ ബാക്കി പത്രമാണിത്. അപ്പോൾ ഈ ഒരു ഷെൽഫ് ഭയങ്കര നല്ലതാണ് കേട്ടോ. കാരണം കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ എല്ലാം കാണാമല്ലോ ചില്ലിൻ്റെ ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റോണുവിനോടോ അരുണിനോടൊക്കെ താഴെ പോയിട്ടൊരു ടിഷ്യൂ എടുത്തിട്ട് വാ മോനെ എന്ന് പറഞ്ഞാൽ അവർ ഓടി വന്നിട്ട് ഇവിടുന്ന് ടിഷ്യൂ എടുത്തോളം. അപ്പോൾ എവിടെ ഇരിക്കണേന്ന് അവർക്ക് കാണാനും പറ്റും, ഏതാ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് എടുത്തുകൊണ്ട് വരാനും പറ്റും. പിന്നെ നല്ല രസമല്ലേ, ഡോറൊക്കെ ഉള്ളതുകൊണ്ട് പൊടിയൊന്നും കയറില്ലാണ്ട് തന്നെ നമുക്ക് ഓരോന്നും ഇങ്ങനെ ഓപ്പൺ ആക്കി വെക്കുകയും ചെയ്യാം. അപ്പോൾ കുട്ടികൾക്ക് എളുപ്പമുണ്ട്. അല്ലെങ്കിൽ പിന്നെ കൂടെപ്പടി ഇരിക്കുമ്പോൾ അവർക്ക് അതിൽ നിന്ന് എടുക്കാൻ പാടല്ലേ. അപ്പം ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്നതുകൊണ്ട് അത് ഓരോന്നും എടുത്തിട്ട് വരാനൊക്കെ എളുപ്പമുണ്ട്. നല്ലതായിട്ടല്ലേ ഇരിക്കണേ. പിന്നെ വന്നിട്ട് ഇവിടെ ഒരു ഹിഡൻ സ്പേസ് ഉണ്ട്. ഈ ഡോറിൻ്റെ ബാക്കിലൊരു ഹിഡൻ സ്പേസ്. ഇതും എനിക്ക് ഇഷ്ടമുള്ളൊരു സ്പേസാണ് കേട്ടോ. ആരെയും കാണിക്കണ്ട, എന്ത് ചപ്പും ചപ്പുണ്ടെങ്കിലും കയറ്റി വെക്കാം. പക്ഷെ ഞാനങ്ങനെ കയറ്റി വെക്കില്ല. ഞാൻ അടുക്കി പറക്കി വെക്കുന്ന ആളാണ്. ഇപ്പോൾ നമ്മളുടെ സീരിയൽ ബോക്സസ്, എക്സ്ട്രാ ഫുഡോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ നമ്മുടെ ഗാർബേജ് ബാഗ്സൊക്കെ ഒരു സ്ഥലത്ത്, എക്സ്ട്രാ ഫുഡ് ഐറ്റംസ് മേടിക്കുന്നതൊക്കെ ഒരു സ്ഥലത്ത്, അതുപോലെ എണ്ണ കാര്യങ്ങൾ, നമ്മുടെ പാത്രങ്ങൾ, എക്സ്ട്രാ പാത്രങ്ങൾ, ഇതെന്താ പറയുന്നത്, ഹ്യൂമിഡിഫയർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ അകത്താണ് കേട്ടോ ഇങ്ങനെ ഒതുക്കി വെക്കാറ്. കാരണം നമ്മുടെ കിച്ചണിൽ ഒരുപാട് കബേർഡ് ഇല്ലാത്തത് കൊണ്ടും ഒക്കെ ഇങ്ങനത്തെ കബേർഡുകളൊക്കെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരുപാട്. മേളിലുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ കുട്ടികളെ കാണിക്കാതെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല, കാരണം അവർ വീഡിയോയിൽ കാണും. പിന്നെ വന്നിട്ട് ഈ ഒരു സ്പേസ്, ഇതും ഈ പറഞ്ഞതുപോലെ ഈ വീട് ബിൽറ്റ് ചെയ്ത ആൾ ഒരു കസ്റ്റം മെയ്ഡ് ആയിട്ടാണ് ബിൽറ്റ് ചെയ്തത്, അയാളുടെ ഇഷ്ടത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആൾ എല്ലാ സ്പേസും നല്ലതായിട്ട് ഓർഗനൈസ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അതിന് എല്ലാ റൂമിലും നല്ല ഷെൽഫും കാര്യങ്ങളും ഒക്കെ ആയിട്ട്, ഈവൻ ബേസ്മെൻറ്റിൽ ഒരുപാട് സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഒതുക്കി പറക്കി വെക്കാം, അല്ലാതെ ഇങ്ങനെ അൽക്കുലത്തായിട്ട് ഇടണ്ട. അപ്പം ഞങ്ങൾ ഒരുപാട് വീടുകൾ കണ്ടതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീടാണ് കേട്ടോ ഇത്. കാരണം മറ്റുള്ള വീടുകളിലൊന്നും അങ്ങനെ ഒരു സ്പേസ് ഞങ്ങൾ കണ്ടിട്ടില്ല, അലമാരി ഒന്നും വെച്ചിട്ടുള്ള സ്പേസ് ഈ ഒരു വീട്ടിൽ ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ലോണ്ടറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, പിന്നെ ഈ ഷെൽഫിൽ എല്ലാ അൽക്കുലത്തെ സാധനങ്ങളും ഉണ്ട്. പക്ഷെ എല്ലാം ഒതുക്കിയൊക്കെ വെക്കാനുള്ളൊരു ഷെൽഫായിട്ട് തന്നെ അവർ ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ ഈ ഒരു റാക്ക് നമ്മൾ വെച്ചതാണ്, കാരണം അവിടെ തുണിയിടാൻ തികയാതെ വന്നപ്പം നമ്മളിവിടെയും കൂടി ഒരു റാക്ക് വെച്ചു. പക്ഷെ ഇതുവരെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം നമുക്ക് മുന്നേ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന അമ്മച്ചി
ഈ ഒരു സാധനം നമുക്ക് കളയാനായിട്ട് ഫ്രീ ആയിട്ട് തന്നിട്ട് പോയി. നിങ്ങളിത് വേണമെങ്കിൽ സൂക്ഷിച്ചോ വേണ്ടെങ്കിൽ കളഞ്ഞോ എന്ന് പറഞ്ഞിട്ട്. കാരണം അമ്മച്ചിയുടെ ഹസ്ബൻഡ് ഒരു പാട്ടുപ്രിയനായിരുന്നു, അതുകൊണ്ട് പുള്ളി മേടിച്ചതാണ് ഈ ഒരു പാട്ടുപെട്ടി. പണ്ട് കാലത്തെ മറ്റേ ഡിസ്കൊക്കെ വെച്ചിട്ടുള്ളൊരു പാട്ടുപെട്ടിയാണ് കേട്ടോ ഇത്. നമുക്കിത് ഉപയോഗിക്കാനൊന്നും അറിയില്ല, കാര്യം ഇത് കുത്തിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും വർക്ക് ചെയ്യും. നല്ല മ്യൂസിക് സിസ്റ്റമാണ്, നല്ല സ്പീക്കർ സിസ്റ്റമാണിത്. ഇത് രണ്ടും മാച്ച് എന്താ അതിന് പറയണേ, രണ്ടും ഒരുമിച്ചുള്ളതാണ്, സെറ്റായിട്ട് വന്നതാണ്. പക്ഷേ ഇത് നമുക്കത് ഉപയോഗിക്കാൻ അറിയില്ലാത്തത് കൊണ്ട് നമ്മളത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഇതൊരു ആൻറ്റീക്ക് കളക്ഷനാണ്. എന്തോ CD ഉണ്ട്, ഒരുപാട് CD ഇതിനകത്തുണ്ടല്ലേ. അതിൻ്റെ കവർ പോയി. എന്തായാലും നല്ലൊരു ആൻറ്റീക്ക് കളക്ഷനാണ്. പക്ഷേ നമുക്കിതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളിത് സമ്മറിൽ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നല്ല ഹെവിയാണ്. അപ്പോൾ എന്തായാലും സമ്മറിലേക്ക് നമുക്കിത് ആർക്കെങ്കിലും കൊടുക്കാം അല്ലേ, അങ്ങനെ വിചാരിച്ചിരിക്കാം. അപ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു സ്പേസും യൂസ് ചെയ്യാൻ പറ്റും ഹാങ് ചെയ്യാനൊക്കെ ആയിട്ട്. ഈ ഒരു ലോണ്ടറി റൂം, ഇത്ര സ്പേഷ്യസ് ഒരു ലോണ്ടറി റൂം ഞാൻ വേറെ ഒരു വീട്ടിലും ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ. കാരണം നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ തുണിയൊക്കെ അലക്കിയിട്ട് വിരിച്ചുണക്കുക ഇതൊക്കെ ഭയങ്കര ഒരു അല്ലേ ഇഷ്ടമാണ് പെണ്ണുങ്ങൾക്ക് എസ്പെഷ്യലി. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കിയതിൽ ഞാൻ ഇതുവരെ കണ്ട ഒരുപാട് വീടുകൾ, എല്ലാ വീടൊന്നും നമുക്ക് പോയി കാണാൻ പറ്റില്ല, പക്ഷേ കണ്ടിട്ടുള്ള ഒരു 10-50 വീടുകൾ അല്ലെങ്കിൽ 100 വീടുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ, കൂട്ടുകാരുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ പോയി കണ്ട വീടുകളായിക്കോട്ടെ മേടിക്കുന്നതിന് മുന്നേ, ഇതെല്ലാം കൂട്ടി വെച്ച് നോക്കിയാലും ഇതുപോലൊരു ലോണ്ടറി റൂം, ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂം ഞാൻ ഇതിക്ക് മുന്നേ ഒരു വീട്ടിലും കണ്ടിട്ടില്ല. കാരണം അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇവിടെ വരിക എന്ന് പറയുന്നത് ഈ ഒരു വാഷറും ഡ്രയറും വെക്കാനുള്ള സ്പേസ് മാത്രം, അതാണ് അവരുടെ ലോണ്ടറി റൂം. അതിൻ്റെ മേളിലൊരു തട്ടും ഉണ്ടാവും സോപ്പും സൊല്യൂഷൻസും ഒക്കെ വെക്കാനായിട്ട്. അതാണ് നോർമലി ലോണ്ടറി റൂം ഇവിടെ കാനഡയിൽ മിക്ക വീടുകളിലും. പക്ഷെ നമുക്ക് ഇങ്ങനെയൊരു റൂം ആയിട്ട് അവർ സെറ്റ് ചെയ്ത്, എനിക്ക് പണ്ടിത് മേ ബി ഒരു ബെഡ്റൂം ആയിരുന്നിരിക്കാം, പക്ഷെ അത് പിന്നെ അവർ നമ്മുടെ കയ്യിലേക്ക് തരുമ്പോഴത്തേക്കും ഇതൊരു ലോണ്ടറി റൂം സെറ്റപ്പിലാണ് കേട്ടോ അവർ തന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. എവിടെ ആയാലും ബേസ്മെൻ്റൊക്കെ ഫിനിഷ് ആവാത്ത ആൾക്കാർ ഒരു വീട് മേടിച്ചാൽ ബേസ്മെൻറ്റ് എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ ഫിനിഷ് ചെയ്യാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു റൂം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ നമുക്ക് തുണികൾ അലക്കി ഉണങ്ങി മടക്കി വെക്കാനും ഒക്കെ നല്ലൊരു സ്പേസാണ് കേട്ടോ. നമുക്ക് അതേപോലെ തുണി മടക്കാനായിട്ടൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ എവിടെയൊക്കെ എടുത്തു വെച്ചിരിക്കുക. ഞാൻ നോർമലി അലക്കി ഉണങ്ങി നേരെ റൂമിൽ കൊണ്ടുപോയിട്ട് ബെഡിലിട്ടാൽ മടക്കുക, അപ്പം നിന്ന് തന്നെ അങ്ങ് മടക്കാമല്ലോ. അപ്പം അങ്ങനെയൊക്കെ. ഇതാണ് എൻ്റെ ഒരു ലോണ്ടറി റൂം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്പേസ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ നിങ്ങളെയും കാണിച്ചു തരാമെന്നൊരു ലോണ്ടറി റൂം ടൂർ പോലെ. ഞങ്ങളുടെ ലോണ്ടറി റൂം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കതൊക്കെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം. ഒരാൾ നല്ല അഭിപ്രായം പറയുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക, അപ്പോൾ അത് നമുക്കത് ചെയ്ത് എടുക്കാമല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഈ ഒരു ലോണ്ടറി റൂം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.